പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് മണ്ടച്ചാരായ ഒരു ചന്തുവിൻ്റെ കഥ പറയാം. 900. ചന്തു മോനെ, അച്ഛന് തീരെ വയ്യ, മരുന്ന് വാങ്ങാൻ പോലുമുള്ള പണം ഇവിടെയില്ല. നീ ഈ പശുക്കുട്ടിയെ ചന്തയിൽ പോയി കൊടുത്ത് പണവുമായി വരണം. നിന്നെ പറ്റിക്കാതെ ശ്രദ്ധിക്കണം. കാരണം ആളുകൾ കുറഞ്ഞ വിലയ്ക്ക് പശുക്കുട്ടിയെ വാങ്ങാൻ നോക്കും. അമ്മ ചന്തുവിനോട് പറഞ്ഞു. ഇല്ലമ്മേ, എന്നെ ഒന്നും അങ്ങനെ ആർക്കും പറ്റിക്കാൻ പറ്റില്ല. ഏറ്റവും കൂടിയ വിലയ്ക്ക് തന്നെ ഞാൻ വിൽക്കും. തളർന്ന സ്വരത്തിൽ അച്ഛൻ പറഞ്ഞു. 5000-ഉം 10000-ഉം തന്ന് പറ്റിക്കാൻ നോക്കും. അതിലും കൂടിയ വിലയുള്ള നല്ല ഇനം പശുക്കുട്ടിയാണിത്. കുറഞ്ഞ വിലയ്ക്ക് കൊടുത്തിട്ട് പോരരുത്. ഏറ്റവും കൂടിയ വില പറയുന്ന ആൾക്ക് മാത്രമേ കൊടുക്കാവൂ. പണം രൊക്കം എണ്ണി വാങ്ങി പശുക്കുട്ടിയെ കൊടുത്തിട്ട് വരണം. ശരി അച്ഛാ, ചന്തു സമ്മതിച്ചു. ചന്തു മൂളിപ്പാട്ടും പാടി പശുക്കുട്ടിയെയും കൊണ്ട് ചന്തയിലേക്ക് പുറപ്പെട്ടു. ചന്തു ഒരു പാവത്താനാണ്. എഴുതാനും വായിക്കാനും ശരിക്കറിയില്ല. കണക്ക് കൂട്ടുന്ന കാര്യത്തിൽ തീരെ മോശമാണ്. നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാത്രമാണ് അച്ഛനും അമ്മയും അവനെ ചുമതലപ്പെടുത്തി പശുവിനെ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാൻ പറഞ്ഞത്. പലരും പശുക്കളും കാളക്കുട്ടികളുമായി വന്നിട്ടുണ്ട്. ചന്തു തൻ്റെ പശുവിനെ നോക്കാൻ വന്ന ആളോട് പറഞ്ഞു, കുറഞ്ഞ വിലയൊന്നും പറഞ്ഞാൽ പറ്റില്ല, 10000-ന് മുകളിൽ വേണം. ഒന്നാമത്തെ കച്ചവടക്കാരൻ പറഞ്ഞു, ശരി, ഞാൻ 12000 തരാം. അതൊന്നും പോരാ. അടുത്തയാൾ പറഞ്ഞു, 15000. അത്രയൊന്നും അല്ല ഇതിന് വിലയുള്ളൂ. അങ്ങനെ വില പറഞ്ഞ് 18000, 19000, 20000 എത്തി. കൂട്ടത്തിൽ സൂത്രക്കാരനായ ബാലൻ അവനോട് പറഞ്ഞു, നല്ല ഇനം പശുവാണല്ലോ, ഇതിനെ ഞാൻ വാങ്ങിക്കോളാം. ഇതിന് ഞാനൊരു 900 രൂപ തന്നേക്കാം. ചന്തുവിന് സംശയമായി. 900 എന്ന് കേട്ടപ്പോൾ വലിയൊരു സംഖ്യയാണെന്ന് അവൻ കരുതി. അയ്യോ, 20000 പറഞ്ഞിട്ടും കൊടുത്തില്ല. അപ്പോൾ അതിലും കൂടിയ വില 900 ആയിരിക്കും. ശരി ചേട്ടാ, 900 തന്നേരെ, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്ന് പറഞ്ഞ് ചന്തു പശുവിൻ്റെ കയർ ബാലന് കൊടുത്തു. പാവം ചന്തുവിന് അറിയുന്നുണ്ടോ 900 എന്നാൽ 1000-ത്തേക്കാൾ പോലും താഴെയുള്ള സംഖ്യയാണെന്ന്. ചതിയനായ ബാലൻ 900 രൂപ ഉടൻ തന്നെ ചന്തുവിന് കൊടുത്ത് പശുക്കുട്ടിയുമായി സ്ഥലം വിട്ടു. വീട്ടിലെത്തിയ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഭയങ്കര വിലയ്ക്കാണ് ഞാൻ പശുക്കിടാവിനെ കൊടുത്തേ. എത്ര കിട്ടി? 25000. 25000-നും 30000-നും ഞാൻ കൊടുക്കൂല. എനിക്ക് പശുവിനെ നല്ല വിലയ്ക്ക് കൊടുക്കാൻ അറിയാം. ദാ ഇതെത്രയുണ്ട്? 900 രൂപ. ഞാനേ ഏറ്റവും കൂടിയ വിലയ്ക്കാണ് കൊടുത്തത്. എൻ്റെ ദൈവമേ, ഇങ്ങനെ ഒരു മണ്ടച്ചാരയാണല്ലോ ഞാൻ പശുവിനെ വിൽക്കാൻ ഏൽപ്പിച്ചത് എന്ന് പറഞ്ഞ് അമ്മ കരഞ്ഞുകൊണ്ട് തലയിൽ കൈവച്ചു.